ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഈ 2-3 ദിവസത്തെ മഴ കാരണം എൻ്റെ കടലാസ് പൂക്കൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ പിള്ളേരെ? ഇത് കണ്ടോ, ഒറ്റ പൂവില്ലാതെ മുഴുവൻ നശിച്ചു. ഇത് മുഴുവൻ ചീഞ്ഞു പോയി. അല്ലെങ്കിൽ എത്ര നാൾ നിൽക്കേണ്ട പൂവാണെന്നറിയാമോ? അതുകൊണ്ട് ഇനി ഞാനിത് മുഴുവനും ഒന്ന് കട്ട് ചെയ്ത് ബ്രൗൺ ചെയ്ത് ഇനി നിർത്തിയാലേ അടുത്ത പൂവ് വരാൻ ആവുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നും കട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ആ കൊമ്പ് ഞാൻ അതിനകത്തോട്ട് തന്നെ അങ്ങ് കുത്തിയേക്കാം. ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടാകണ്ട. ഇതല്ല, ഇത് ഞാനിങ്ങനെ അങ്ങോട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് കുത്തി നിർത്തിയേക്കുക. ഈ മഴയായാലും ചിലപ്പോൾ അത് തളുത്ത് വരാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ മക്കളെ, എല്ലാം ഒന്നും നമുക്ക് വേണ്ട, കുറച്ച് അറ്റം അങ്ങോട്ടൊന്ന് മുറിച്ച് അങ്ങോട്ടൊന്ന് നട്ടാൽ മതി, വെക്കാൻ മതി. എന്നിട്ട് നമുക്ക് ഇച്ചിരി ചാണക വെള്ളവും കൂടെ നാളെ അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നല്ല ഇതായിട്ട് ഉഷാറായിട്ട് വരും. അല്ലാണ്ട് ഇപ്പോൾ എന്നാ ചെയ്യുന്നത്? ഇപ്പോൾ കണ്ടില്ലേ, ഒരിക്കലും കാണാത്ത കാഴ്ചകളൊക്കെ. വല്ലൊരു കപ്പ വാട്ടാനോ ഒന്നും മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല. അതെ, ഇത് കണ്ടില്ലേ, നല്ല ചെടിയാണ്, നല്ല പൂക്കളായിരുന്നേ. ആ മുഴുവനും ഇതിൻ്റെ എല്ലാ കൊമ്പുകളും പൂക്കളില്ലാത്ത മുഴുവൻ കൊമ്പുകൾ ഞാനങ്ങ് പ്രൂൺ ചെയ്ത് വിട്ടു. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുള്ളൂ. ഇപ്പോൾ മഴയുടെ ഇരുളിമയാണ്, ഭയങ്കര മഴയാണ്. നാളെ ഇനിയിപ്പോൾ നേരം വെളുത്ത് മഴയുണ്ടാവും. ആ മഴയാണോ എന്നാ സംഭവം എന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇതുകൊണ്ടോ ഒത്തിരി കളറുകളൊക്കെ ഉണ്ട് കാര്യം. പക്ഷെ പറഞ്ഞിട്ട് തന്നെ വേണ്ടത്, അപ്പിടി പിന്നെ പൂക്കൾ മുഴുവൻ പൊഴിഞ്ഞു പോയി. എല്ലാ പൂക്കളും പൊഴിഞ്ഞു പോയി. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ട്, ഇതിന് ഒറ്റ പൂ പോലും ഇല്ല. ഇത് മുഴുവൻ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത്, ഈ തരിപ്പൂവാണ് ഇതിനുള്ളത്. ഇത് കാണാൻ തന്നെ എന്നാ ഭംഗിയാണെന്നറിയോ? അതൊക്കെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊക്കെ ഞാനങ്ങോട്ട് കുറച്ച് അവിടെ കുത്തി നിർത്തിയിട്ടുണ്ടേ. കിട്ടിയെങ്കിൽ കെട്ടട്ടെ. ഇതും അതേപോലെ തന്നെ. ഇതേൽ പിന്നെ ഒറ്റ പൂ പോലും കൂടി ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ആ ചെടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ നിറച്ചും പൂ കാണുന്നുണ്ട്. അത് കാരണം പിന്നെ അത് ഞാൻ കട്ട് ചെയ്തില്ല. നിറച്ചുകൊണ്ട് ഞാൻ നാളെ അത് വീണ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അതുപോലെ തന്നെ, ഇത് ചുമലയാണ്. എന്തൊരു ഭംഗിയുള്ള പൂവാന്ന് കണ്ടോ? ഇതുണ്ടോ ഈ പൂവ്? 2-3 കൊമ്പയിലുണ്ട്, ബാക്കി മുഴുവൻ പൊഴിഞ്ഞു. അത് റോസ് ഇതാണ്, പക്ഷെ ഒറ്റ പൂവ് ഇല്ല, മുഴുവൻ പൊഴിഞ്ഞു പോയി. അത് മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ഇനി ഉണ്ടാകുന്നതാണെങ്കിൽ ഉണ്ടാകട്ടെ. ഇനി അപ്പുറത്തും ഉണ്ട് കുറേ നിപ്പ്. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ഞാനങ്ങോട്ട് നിർത്തി. ഏതായാലും എന്നാന്നോ വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും നാടോടുമ്പം നടുവേന്ന് പറഞ്ഞ മാതിരി എല്ലാവർക്കും നാശം സംഭവിക്കും, നമുക്കും വരട്ടെ. നമ്മുടെ ചെടികളും എല്ലാം നശിച്ചു പോവുകയാണെങ്കിൽ പോകട്ടെ, അത്ര തന്നെ. ഓക്കെ, ബൈ. അതുപോലെ കട്ട് ചെയ്ത് വിട്ടു. ഇന്നും മഴയുടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. എന്നാലും വേണ്ടിയല്ല, ഇച്ചിരി വേസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അത് കഞ്ഞിവെള്ളവും മീൻ കഴുകിയതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനത് അവിടെ വെച്ചിരുന്ന. അപ്പോൾ അതൊക്കെ കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ അവർ ഇതുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനവിടെ വെച്ചിരുന്ന ഇത് ഓരോ കപ്പ് വീതം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടിപ്പോൾ വേറെ പുതിയ വളമൊന്നും ഞാൻ ചാണകവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് സമയമില്ല. കണ്ടോ, അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി മക്കളെ. നല്ല സൂപ്പറായിട്ട് അവരുടെ വളമാണ്. അപ്പോൾ അവരത് നല്ലതുപോലെ സ്വീകരിച്ചിട്ട് അവർ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ ആ പിന്നെ ബ്രൂൺ ചെയ്ത് ആ കൊമ്പ് തളർത്തിഞ്ഞ് വരുന്നത് പൂക്കളായിട്ടാണ്. ഇനി ഇതിലൊക്കെ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് നല്ലൊരു ലൈറ്റ് റോസ് പൂവാണ് അതിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഓരോ കളറാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതാണെങ്കിൽ ഇപ്പം ഈ മഴയായത് കാരണം കൊണ്ടിട്ട് എല്ലാവരും ഇത് ബ്രൂൺ ചെയ്ത് നിർത്തിക്കുക, അല്ലെങ്കിൽ പൂവുണ്ടാകില്ല കേട്ടോ. എല്ലാവർക്കും ഇപ്പം നമ്മൾ ബ്രൂൺ ചെയ്യേണ്ടതല്ല. കാരണം ബ്രൂൺ ചെയ്ത സമയം അത് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് പൂവൊക്കെ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്. ഈ മഴയല്ലാഞ്ഞെങ്കിൽ നമുക്ക് ഇപ്പം ബ്രൂൺ ചെയ്യേണ്ട ഒരാവശ്യവും നമുക്കുള്ളതല്ല. പക്ഷേ എന്നാ ചെയ്യണം, ഇപ്പോൾ എന്തൊരു മഴയാണ്. ഇന്നും മഴ പെയ്യാനുള്ള ചാൻസ് വശം പോലെയുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ചെടികൾ
പൂക്കൾ വേണമെന്ന് വരികയും നമ്മൾ അത് പ്രൂൺ ചെയ്ത് നിർത്തണം. എങ്കിലും നമുക്കതിനകത്തുനിന്ന് നന്നായിട്ട് പൂക്കളൊക്കെ കിട്ടുള്ളൂ. ഇതുകൊണ്ടോ ഇതൊക്കെ ഇപ്പം തന്നെ വിടവറിയും ഈ പൂക്കളെല്ലാം. അതുപോലെയാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അതിപ്പം പൂവുള്ളത് കൊണ്ടിട്ട് അത് ഞാൻ പ്രൂൺ ചെയ്തില്ല. ഉണ്ട് അതിൻ്റെ അറ്റത്തുമൊക്കെ പ്രൂൺ ചെയ്തില്ല. അതുകൊണ്ട് അത് മൊട്ടായിട്ട് ഇനി വരുമ്പോൾ ഒരു കളറ്, വിരിയുമ്പം വേറൊരു കളറ്, അങ്ങനെ നല്ല സൂപ്പർ ചെടികളാണ്, പൂക്കളാണ് ഇതുവർക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക. പൂക്കൾ വേണമെന്ന് വരികിൽ ആ പൂ വന്ന് പൊഴിഞ്ഞാൽ അതൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് വിട്ടോളുക. നമുക്കിഷ്ടം പോലെ പൂക്കൾ പിന്നെ തളക്കുന്നതൊക്കെ പൂക്കളായി വരുമെന്ന് വിശ്വസിക്കും. കാരണം മഴയില്ലെന്ന് വരികിൽ, മഴയുണ്ടെങ്കിൽ നമ്മുടെ പൂക്കൾ പോകും. പിന്നെ വരുന്നതൊക്കെ ഒരു സമയത്തായിരിക്കും. ഒന്നെങ്കിൽ വന്നു, വന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മഴയൊക്കെ മാറുന്ന സമയം നോക്കി അത് തളുത്തിട്ട് നമുക്ക് പൂക്കൾ തരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബോഗൺവില്ലേനെ രക്ഷപ്പെടുത്തിയെടുക്കുക. പ്രൂൺ ചെയ്താൽ അതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും നമ്മൾ കുറച്ച് വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം അവർ പ്രൂൺ ചെയ്യാന്ന് പറയുമ്പോൾ അവരെ കണ്ടിച്ച് അങ്ങോട്ട് വിടുമ്പോൾ അവർക്ക് ക്ഷീണം വരുന്ന ഒരവസ്ഥയല്ലേ. ആ അവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം നമ്മൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അവരത് നല്ലതുപോലെ സ്വീകരിച്ച് വെച്ചിട്ട് ഉഷാറായി അവരിഞ്ഞ് വന്നോളും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക, ബോഗൺവില്ലേനെ രക്ഷിക്കുക. ഓക്കെ, ബൈ.